ഹലോ, നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു പുതിയ വിശേഷത്തിലോട്ട് നമുക്ക് പോയാലോ? അപ്പം നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലചന്ദ്രൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ബെല്ലടിക്കുമ്പോൾ അലീന മാത്രം മേളി വരാം, മറ്റാരെങ്കിലും എനിക്ക് കാണണം അല്ലെങ്കിൽ എൻ്റെ റൂമിൽ വരണമെങ്കിൽ ഞാൻ പറയും എന്നുള്ളത് അലീനേനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതല്ലാണ്ട് ചെയ്യരുതെന്നും പറഞ്ഞു. അപ്പോൾ ബെല്ല് കേട്ടപ്പോൾ അലീന വേഗം മേളി കയറാൻ പോയപ്പോൾ ബബിത അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചാടി വീഴുകയാണ്. നീ പോണ്ട, ഞാൻ പൊക്കോളാം എൻ്റെ അച്ഛൻ്റെ അടുത്ത്. അപ്പം അലീന തടഞ്ഞു. അലീന പറഞ്ഞു, ബബിതെ നീ പോകണ്ട, സാറ് ദേഷ്യപ്പെടും, നീ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ബബിത കാര്യമാക്കുന്നില്ല. എൻ്റെ അച്ഛനെ കാണാൻ നിൻ്റെ അനുവാദം വേണോ, നീ ഇവിടുത്തെ സർവൻ്റാ എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ മെക്കിട്ട് അങ്ങോട്ട് കയറുകയാണ് നമ്മുടെ ബബിത. അവസാനം റൂമിൽ ചെന്നിട്ട് കൊട്ടി. അപ്പോൾ ഡോറിൽ ചെന്ന് കൊട്ടാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു യെസ് കമ്മിങ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബബിത അകത്തോട്ട് കയറി ചെല്ലണം. എന്തേന്ന് ചോദിക്കുക. അല്ല അച്ഛൻ ഇപ്പോൾ ബെല്ലടിച്ച് എന്തിനാ? അത് എനിക്ക് ഒരു സാധനം വേണമായിരുന്നു. നീ എന്തിനാ വന്നേ? അലീനയ്ക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വന്നേന്ന് പറഞ്ഞു. ആണോ? എന്നാൽ എനിക്ക് ഈ അരിമാവിലുണ്ടാക്കണ കൊഴുക്കട്ടയില്ലേ, ഈ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് കൊഴുക്കട്ട, മാവിൽ കുഴച്ച് വാട്ടി ഉരുളകളാക്കി ആവിയിൽ വേവിച്ചെടുക്കുന്ന സാധനം അത് വേണം. പിന്നെ ഒരു ജ്യൂസ് വേണം, ഇഞ്ചിയും നാരങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസും വേണം. അത് പോയി വേഗം ഉണ്ടാക്കി കൊണ്ടുപോവാ. നിനക്ക് സാധനം എന്താണെന്ന് മനസ്സിലായോ ബബിതെ? അപ്പോൾ ബബിത ആകെ ഒരു ഇങ്ങനെ ബ്ലിങ്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ പിടുത്തമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബബിത പറഞ്ഞു, അച്ഛൻ ബെല്ലടിച്ചപ്പോൾ എന്തിനാന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്, എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. നിനക്കറിയില്ല, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ബാലേന്ദ്രൻ ചൂടായിക്കൊണ്ട് ചോദിക്കുകയാണ്. അല്ല അതൊക്കെ വേണമെങ്കിൽ ഞാൻ അവളോട് പറയാം, അലീനയോട്. അവളോ? നിന്നെക്കാട്ടിലും എത്ര വയസ്സ് മൂത്തത് അലീന? നീ അലീന ചേച്ചിയെന്ന് വിളിക്കണം. ഞാനോ അവളെയോ? എന്തേ നിനക്ക് അലീന ചേച്ചിയെന്ന് വിളിച്ചാൽ ഇനി മേലിൽ അവളെ എടിയെന്നോ പൊടിയെന്നോ അവളെന്നോ വിളിച്ച് ഞാൻ കേൾക്കരുത്. അലീന ചേച്ചിയെന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയണം. അപ്പോൾ നമ്മുടെ ബബിത പറയും ചേച്ചി എന്നല്ല, അലീന ചേച്ചി എന്ന് വിളിച്ചോണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നല്ല ഡോസും കൊടുത്ത് ബബിതേനെ ഇങ്ങ് വിടാണ്. ബബിതയ്ക്ക് ശരിക്കും വിഷമമായി. അച്ഛൻ അത്രയും ദേഷ്യപ്പെട്ടെ, അതും അലീന എന്ന് പറയുന്ന ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ് ബബിതയുടെ സങ്കടം. പാവം ബബിത പെട്ടെന്ന് താഴോട്ട് വന്നു. അപ്പോൾ അലീന അവിടെ നിന്നു. അലീന പറഞ്ഞു, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ സാറ് ദേഷ്യപ്പെടും, അതുകൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് അലീന തിരിഞ്ഞ് പോവാണ്. അപ്പോൾ ബബിത പറഞ്ഞു, ചേച്ചി അച്ഛൻ പറഞ്ഞു ചേച്ചിയോട് അങ്ങോട്ട് ചെല്ലാൻ. അപ്പം അലീന ഞെട്ടാണ്. ചേച്ചിയെന്നോ? അതും ആരെ വിളിക്കുന്നത്? ബബിത. കൃഷ്ണമോള് മാത്രമാണ് ആ വീട്ടിൽ ആകെ അലീന ചേച്ചി എന്ന് വിളിക്കുന്നത്. ബബിതയുടെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ അലീന ശരിക്കും ഞെട്ടണം. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി നല്ല രീതിയിൽ ഡോസ് സാറ് നമ്മുടെ ബബിതയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബബിതയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അലീനയുടെ അടുത്ത് സാറ് വിളിക്കണമെന്നും പറഞ്ഞിട്ട് ബബിത നേരെ റൂമിൽ പോകണം. അപ്പോൾ അവിടെ രോഹിത്തും കൃഷ്ണജയൊക്കെ ഇരിക്കണം. അപ്പോൾ ബബിത വിഷമിച്ച് ചെന്നിരുന്നിട്ട് പറയണം, അച്ഛൻ്റെ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, ഇനി മുതൽ ഇവിടുത്തെ സർവൻ്റായ അലീനനെ ഞാൻ അലീന ചേച്ചി എന്ന് വിളിച്ചോണം. അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ഞാൻ എടിയെന്നോ അവളെന്നോ വിളിച്ച മേലാൽ കേട്ട് പോലെന്നും പറഞ്ഞ് എൻ്റെ ഡോസ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണജ ചോദിച്ചു, ചേച്ചി ഇപ്പോൾ എന്തിനാ അച്ഛൻ്റെ റൂമിലോട്ട് പോയത്? ബെല്ലടിച്ചപ്പോൾ ഞാൻ ചെന്നു തിരക്കി, എന്താ അച്ഛന്ന്? അത് ഇത്ര വലിയ കുറ്റമാണോ? അച്ഛന് ഇഷ്ടമില്ല എന്നറിയാമല്ലോ, അച്ഛൻ പറഞ്ഞാൽ മാത്രം കയറിയാൽ മതി. കാരണം അച്ഛൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അച്ഛൻ്റെ മാനസികാവസ്ഥയും കൂടെ നോക്കണം. കാരണം അച്ഛൻ ഇത്രയും കുറച്ച് ദിവസമെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെല്ലാവരും ഒപ്പത്തിനൊപ്പം അമ്മയുടെ ഒപ്പം നിന്നാൽ പറ്റില്ല. നീ അല്ലെങ്കിലും അച്ഛൻ്റെ അവളെയും പക്ഷത്താണല്ലോ. അതല്ല ചേച്ചി ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താണ്, അലീന ചേച്ചി എന്ന് വിളിക്കണം. എത്രയാണെങ്കിലും ചേച്ചിയെക്കാട്ടിലും 3-4 വയസ്സ് മൂത്തതാണല്ലോ അലീന ചേച്ചി. അപ്പോൾ ബബിതേച്ചിക്ക് എന്താ ഒന്ന് അലീന ചേച്ചി എന്ന് വിളിച്ചാൽ എന്നാ കുഴപ്പം? നീ ഒന്ന് പോടി, ഇവിടുത്തെ സർവൻറ്റിനെ ഞാൻ ചേച്ചി എന്ന് വിളിക്കണം, നീ വേറെ പണിയുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു അഹമ്മതി കൂടുതലാണ്. എന്തായാലും ബബിത പറഞ്ഞു, ഇന്ന് എന്തായാലും അമ്മ ഇവിടെ വരട്ടെ. ബബിത കാത്തിരിക്കണം. അങ്ങനെ നമ്മുടെ വൈജ ബാങ്കിൽ പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ വന്ന് കയറി വന്ന നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണജിയും കൂടെ ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എത്ര വേഗമാണെങ്കിലും എവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അലീനേനെ. അപ്പോൾ അതെന്താ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് 3 പേർക്കൊരു മനമാറ്റം? ഇന്നലെ വരെയൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. അലീന മതി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരിക്കലെങ്കിലും അമ്മ കേട്ടോ പറഞ്ഞത്? അലീനയുടെ സേവനം വേണമെന്ന് വെച്ചാൽ ആ പുതിയ സർവൻറ്റ് വന്നപ്പോൾ അവരെ വേണ്ടാത്തത് കൊണ്ട് അലീനയുടെ പേര് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഉള്ളൂ. അല്ലാണ്ട് അമ്മ കരുതുന്ന പോലെയൊന്നും ഞങ്ങൾ അലീനെ ഇവിടെ നിർത്തണമെന്നോ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കുട്ടികൾ 3 പേരും കൂടെ വൈജയുടെ അടുത്ത് സങ്കടം പറയണം, അലീനേനെ എത്രയും പെട്ടെന്ന് ഇവിടെ പറഞ്ഞ് വിട്ടേ പറ്റുള്ളൂ അമ്മ, അതിന് വേണ്ടി അമ്മ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം, നമ്മൾ അമ്മയുടെ ഒപ്പം നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയ്ക്ക് നല്ല സപ്പോർട്ട് 3 പേരും കൂടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈജയ്ക്ക് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ദേഷ്യം ഇരട്ടിക്കുകയാണ് കേട്ടോ. വൈജ കുറേ നേരം ചിന്തിക്കണം എന്താ ഇനി ചെയ്യണേന്ന്. ഈ സമയത്ത് നമ്മുടെ അലീന നമ്മുടെ ബാലചന്ദ്രൻ ബെല്ലടിച്ചിട്ട് റൂമിലോട്ട് ചെല്ലാണ്. അവിടെ ചെന്നപ്പോൾ അലീനയ്ക്ക് ഫസ്റ്റ് ടൈം തന്നെ ഡോസ് ഇട്ടാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ബെല്ലടിച്ച മറ്റൊരാളെ പോലും റൂമിലോട്ട് കയറ്റി വിടരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ബബിത മോക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആര് പറഞ്ഞാലും എന്നെ അല്ല മോളല്ലേ അവൾക്ക് അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടതാണ്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഉച്ചയെടുത്തു. എന്നിട്ട് പറഞ്ഞു എന്നെ അവൾ ചേച്ചി എന്നിങ്ങനെ വിളിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതങ്ങനെയാണ്, നിനക്കറിയാവോ എനിക്ക് ഈ കുടുംബത്ത് എന്നെ എത്രത്തോളം സ്നേഹം എൻ്റെ ആ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുമോ, ഈ വീടിന് കൊടുക്കാൻ പറ്റുമോ, ഞാൻ അങ്ങനെ സ്നേഹിച്ച് നടന്നൊരു മനുഷ്യനാണ്. പക്ഷേ എന്നെ മാനസികമായിട്ട് വഞ്ചിച്ചു, അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മുടെ അലീനെ പറയുന്നുണ്ട്, സാറേ ദേഷ്യമൊന്നും വരണ്ട, കാര്യം സാറ് ഒത്തിരി ചൂടാവണ്ട, ഞാനത് വേണ്ടുന്ന പോലെ ചെയ്തോളാം, ഒരുപാട് ദേഷ്യപ്പെടണ്ട എന്നൊക്കെ സാറൊന്നും പറഞ്ഞു. നീ ആദ്യം തന്നെ നിന്നെ ഈ സാറെന്നുള്ള വിളി മതിയാക്ക്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ, അലീന നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും നിൻ്റെ പേരിനോടൊപ്പം നിൻ്റെ അച്ഛൻ്റെ പേര് വരണം എന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അലീന ഒരു നിമിഷം ഇങ്ങനെ പകച്ച് നിൽക്കണം, ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ക്രിസ്ത്യൻ പേരല്ലേ, അപ്പോൾ നിനക്ക് ഹിന്ദു പേരിടണമാണോ ക്രിസ്ത്യൻ പേരിടണമാണോ ഇഷ്ടം? അപ്പോൾ അലീന പറഞ്ഞു ഞാൻ ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലൊന്നും ഇതായിട്ടില്ല, റിജാമ്മയുടെ കയ്യിൽ വന്നപ്പോൾ അവരുടെ രീതി ക്രിസ്ത്യനായിരുന്നു, അതുകൊണ്ട് അതനുസരിച്ച് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിനക്ക് അലീന ബാലചന്ദ്രൻ എന്നിടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്നെ അച്ഛനെ പോലെയല്ലേ കരുതുന്നു എന്നല്ലേ പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു എനിക്കത് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കിയല്ലോ. അപ്പോൾ അലീന പറഞ്ഞേ ഇവിടെ മാഡം അറിയണ്ട, മാഡം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടെ നിന്ന് പറപ്പിക്കും, ഇപ്പോൾ ഉള്ള പറപ്പിക്കലും അല്ല ഇതിൻ്റെ ഡബിൾ എന്നെ പറപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീനയോട് ബാലചന്ദ്രൻ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ. പക്ഷേ അലീന കുറേയൊക്കെ കള്ളം പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്നോട് ഒരുപാട് കള്ളം പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ അലീനയുടെ മനസ്സൊന്ന് പതറാണ്. കാര്യം ബാലചന്ദ്രൻ അങ്ങനെ ചോദിച്ചപ്പോൾ ശരിയാണ്, ശരിക്കും അലീനയ്ക്ക് വേണമെങ്കിൽ ബാലേന്ദ്രനോട് ഈ സത്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഒരു വശത്ത് അലീന ചിന്തിക്കുമ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ആ കുടുംബത്ത് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനി സാറ് അറിയാത്തൊരു കാര്യമാണെങ്കിൽ പുതുതായിട്ട് അറിഞ്ഞും കൂടെ കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താകും, അത് പേടിച്ച് അലീന തൽക്കാലം ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചങ്ങ് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ സത്യാവസ്ഥ ഇപ്പോൾ അങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അമ്മ സ്വന്തം അമ്മയാണ് വൈജ എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛനെക്കുറിച്ച് ഒരിക്കലും അലീനയ്ക്ക് ഒരു പിടുത്തവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു ലെവലിൽ പോവാണ്. അപ്പോൾ അലീന കുറേയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് കുറേയൊക്കെ പിടിച്ച് നിന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ പോവാണ്. എന്നിട്ട് അലീന സാറിൻ്റെ റൂമിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അലീന ശരിക്കും പൊട്ടിക്കരയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ശരിക്കും സാറിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാനും സാറിന് അത്രത്തോളം ഒരു അച്ഛനെ പോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. സാറിനോട് ഈ കള്ളം പറയേണ്ടി വരുന്നതിൽ അലീനയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ അലീന കുറേ സങ്കടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന രംഗം നമ്മുടെ വൈജ ഒരു രക്ഷയില്ല, എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ തൻ്റെ ജീവിതം തൻ്റെ മക്കളുടെ ഭാവി എല്ലാം നശിക്കുമെന്നുള്ള ഒരു അവസ്ഥയിൽ ചിന്തിച്ച് അവസാനം കമലയെ വിളിക്കുകയാണ്. എന്നിട്ട് കമലേട്ടത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കമലേട്ടത്തി ഇപ്പോൾ എവിടെ? ഞാനൊന്ന് പാല വരെ പോയിട്ട് വന്നയാടി, ഡ്രൈവ് ചെയ്യണം, എന്താ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അല്ല കമലേട്ടത്തി എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു താട്ടെ കമലേട്ടത്തി. കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് പറ്റണില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് സമാധാനം ഇല്ല കമലേട്ടത്തി, ഉറക്കമില്ല, മക്കളുടെ ഭാവി, എൻ്റെ ജീവിതം, എൻ്റെ ഭർത്താവാണ് ബാലചന്ദ്രൻ, വേറൊരുത്തിയെ പങ്കിട്ട് കൊടുക്കുക, അതൊന്നും എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു കൊടും പണി ഞാൻ പറഞ്ഞു തരാം, നീ പറ്റുമെങ്കിൽ ചെയ്യുക, അവൾക്ക് കുടിക്കാനുള്ള പല പാലയിലോ ചായയിലോ കുറച്ച് വിഷം കലക്കി കൊടുക്കാൻ. അപ്പോൾ വൈജ ഞെട്ടാണ്, കമലേട്ടത്തി എന്തൊക്കെയാണ് ഈ പറയണത്, വിഷം കലർത്തി കൊടുക്കാനോ? അപ്പോൾ നമ്മളെ പിടിക്കില്ലേ? പിടിക്കട്ടെ, സ്വന്തം
ഭർത്താവിനെ കണ്ടവളുമാർക്ക് കൊടുക്കണതിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഭേദമാണ്, ഇവളെയൊക്കെ വെച്ചേക്കരുത്, വിഷം തന്നെ കലർത്തി ഇവളെയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞ് കമല നല്ല പോലെ എരിതിരി കൊള്ളിക്കുകയാണ്. അപ്പോൾ വൈജ ചിന്തിക്കുകയാണ്, ശരിക്കും വിഷം കലക്കി കൊടുക്കണോ, ഇവളെ കൊല്ലണോ, അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാലുള്ള അവസ്ഥകൾ എന്താണ്, അങ്ങനെയൊക്കെ പല ചിന്തകളിൽ വൈജ ചിന്തിക്കുകയാണ്. അപ്പോൾ വൈജയ്ക്ക് ഒരു പിടുത്തവും കിട്ടില്ല. എന്നിട്ട് വൈജ ഒരു നിമിഷം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി ശരിക്കും അവൾക്കൊരു വിഷം കലർത്തി എവിടെ കൊന്നു കളഞ്ഞാലോ, അങ്ങനെയൊക്കെയുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യണം. അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് മഴതോറും മുൻപേ സീരിയലിൽ വരുന്ന പുതിയ വിശേഷങ്ങളെന്ന് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും ഇതൊന്നും പ്രാവർത്തികമാകാൻ പോകുന്നില്ല. ഒരിക്കലും അലീനയെ വിഷം കലർത്തി കൊല്ലാനൊന്നും വൈജ ചിന്തിക്കാൻ പോലും വൈജയനെ കൊണ്ടൊന്നും കഴിവില്ല. കാരണം അങ്ങനെയൊന്നും വരില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു വിവേക ബുദ്ധിയെങ്കിലും വൈജയ്ക്കുണ്ട്. അങ്ങനെ വൈജ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ദുഃഖപ്പെട്ടിരിക്കുന്ന ഒരു സീനാണ് ഇന്ന് വരെയുള്ള നാളത്തെ വരുന്ന പ്രൊമോ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ നാളെ വരാനിരിക്കുന്ന ഈ എപ്പിസോഡ് പ്രൊമോ എല്ലാവരും ഒന്ന് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ പറയുന്നു. എല്ലാവരും നമ്മുടെ ചാനലായ സുമി മുഹമ്മദ് ടേസ്റ്റി കിച്ചൺ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.